വർഷം 2008. വയനാട് ജില്ല അതിന്റെ വികസനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കൂടുതൽ പിന്നോക്ക സംവരണത്തിനും നമ്മുടെ മാനന്തവാടിയിൽ പുതിയ കോളേജ് എന്നൊരാശയത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ പിന്നോക്ക സംവരണത്തിന് ഒരു കോളേജ് എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് നാടാകെ ഒന്നിച്ചു നിന്നു. കൂടാതെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിന് അഹോരാത്രം പ്രയത്നിച്ചു. പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ മാനന്തവാടി PK കാളം മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന വലിയ സ്വപ്നം പൂവണിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ കോളേജിലെ ലാബ് ഡെമോൺസ്ട്രേറ്ററായി വർക്ക് ചെയ്ത ഗ്ലാഡ്സൺ പോൾ സാറിനോട് നമ്മുടെ കോളേജിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. 2008 കാളൻ മെമ്മോറിയൽ കോളേജ് മാനന്തവാടിയിൽ ആരംഭിക്കുന്നത്. അപ്പം 2008 പല മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും കോളേജുകൾ തുടങ്ങിയപ്പോൾ ഈ മണ്ഡലത്തിലും ഒരു കോളേജ് വേണമെന്നുള്ള ആവശ്യം ഉയരുകയും ഇവിടെ കോളേജ് ആരംഭിക്കുകയും ചെയ്തു. അന്ന് KC കുഞ്ഞിരാമനായിരുന്നു ഇവിടുത്തെ MLA. അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി സാറായിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ശ്രമഫലമായിട്ടാണ് ഇവിടെ കോളേജ് ആരംഭിച്ചത്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ബിൽഡിങ് കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ മുൻപ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ചിരുന്നതും ഗവൺമെൻറ് കോളേജിൻ്റെ ഇതുമായിട്ടുള്ള കെട്ടിടത്തിലാണ് നമ്മുടെ കോളേജ് ആരംഭിച്ചത്. ആദ്യത്തെ പ്രിൻസിപ്പാൾ കുഞ്ഞിക്കണ്ണൻ സാറായിരുന്നു. അദ്ദേഹം കണ്ണൂരുകാരനാണ്, റിട്ടയർഡ് പ്രൊഫസറായിരുന്നു. അതൊക്കെ നമ്മുടെ കോളേജിൽ കുട്ടികളുടെ അഡ്മിഷന് വളരെയധികം കുട്ടികൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങും സ്ഥലവും ഒക്കെ വേണം. അതിൻ്റെ അന്വേഷണത്തിൽ കുന്നേരിക്കുന്നിൽ ഈ ഇപ്പോൾ കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് സ്ഥലം ലഭ്യമാക്കുന്നതിന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി സാറ് മുൻകൈയെടുക്കുകയും പൈങ്ങാട്രി സ്കൂളിൻ്റെ ഒരു 2.63 ഏക്കർ സ്ഥലം കോളേജിന് ആയി ലഭ്യമാക്കുകയും ചെയ്തു. 2012 ജനസമ്പർക്ക പരിപാടിയിൽ നമ്മൾ ഈ സ്ഥലം അനുവദിച്ച് കിട്ടിയത്. അതിനുവേണ്ടി ഇവിടുന്ന് PTA അംഗങ്ങളും സ്റ്റാഫും ഒക്കെ കലക്ടറിൽ പോയി നിവേദനം കൊടുക്കുകയും അങ്ങനെ സ്ഥലം അനുവദിച്ച് കിട്ടുകയും ചെയ്തു. തുടർന്ന് ജയലക്ഷ്മി MLA ആയിരുന്ന സമയത്താണ് ബിൽഡിങ്ങിനായിട്ടുള്ള 1 കോടി രൂപ ആദ്യം അനുവദിച്ചത്. അത് ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയും അന്നത്തെ MLA ആയിരുന്ന വാർക്കുകളുവിൻ്റെ ശ്രമഫലമായാണ്. തുടർന്ന് MLA വാർക്കുകൾ തന്നെ ഒരു 50 ലക്ഷം രൂപയും കൂടെ ഈ ബിൽഡിങ്ങിനായിട്ട് അനുവദിച്ചു. അങ്ങനെ 1.5 കോടി രൂപയുടെ ബിൽഡിങ്ങാണ് ആദ്യം ഇവിടെ ഉണ്ടായത്. അതിനുശേഷം IHRD പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും കൂടെ അനുവദിച്ച് ആ ബിൽഡിങ്ങിന്റെ പണിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. യാതൊരു സംശയവുമില്ലാതെ PK കാളം മെമ്മോറിയൽ കോളേജ് എന്ന് പേരിടാൻ തീരുമാനിച്ചു. കോളേജിനെ കുറിച്ച് അറിയുമ്പോൾ കാളനെ കുറിച്ചും അറിയണമല്ലോ. കുറച്ചു കാര്യങ്ങൾ ലിറ്റി മിസ്സിനോട് ചോദിച്ചറിയാം. കാളൻ ഗോത്ര സംസ്കൃതിയിൽ നിന്ന് ഉദിച്ചു വരുന്ന ആദിവാസി ഗോത്രത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു മഹാൻ. അദ്ദേഹത്തിന്റെ നാമോദയത്തിൽ മാനന്തവാടിക്കടുത്തുള്ള തൃശ്ശേരിയിലെ കൈതക്കൽ കോളനിയിൽ ജനനം. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. അടയാളരുടെയും പണിയരുടെയും ലോകം, പിന്നെ മരണം, ഗദ്ദിക എന്ന കലാരൂപത്തിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. നമ്മുടെ കാളം കോളേജ് ഗവൺമെന്റ് ഓഫ് കേരള IHRD ആണ് മാനേജ് ചെയ്യുന്നത്. കോളേജിനെ കുറിച്ച് അറിയുമ്പോൾ എന്തായാലും IHRD കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആയതിനാൽ കോളേജിനെയും IHRD കുറിച്ച് കൂടുതൽ അറിയാനായി പ്രിൻസിപ്പൽ ഷീബ മിസ്സിനോട് ചോദിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അഥവാ IHRD. കേരളത്തിൽ തിരുവനന്തപുരമാണ് IHRDയുടെ ആസ്ഥാനം. ഡോക്ടർ VA അരുൺകുമാറാണ് ഇതിൻ്റെ ഡയറക്ടർ. പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അപ്ലൈഡ് സയൻസുകൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി 88 ഇൻസ്റ്റിറ്റ്യൂഷൻസ് IHRDയുടെ കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം ജോലിയും IHRD കോഴ്സുകളുടെ ഒരു പ്രത്യേകതയാണ്. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പല ഗവേഷണ കേന്ദ്രങ്ങളും നമ്മുടെ കോളേജുകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വയനാട്ടിൽ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ
ഒന്നാണ് നമ്മുടെ PK കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മാനന്തവാടി. കോളേജിന്റെ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ പഠിച്ച് ഇപ്പോൾ കൊമേഴ്സ് വിഭാഗം അധ്യാപികയായിരിക്കുന്ന രഞ്ജിത മിസ്സിനോട് അവർ പഠിച്ച കാലത്തെ കോളേജിനെ കുറിച്ച്, കാളം കോളേജിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജ് എന്ന് പറയുന്നത് പഴയ ക്യാമ്പസ് ആയിരുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് കോളേജിൻ്റെ പഴയ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്തിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ചുരുക്കം ചില സീറ്റുകൾ ഉള്ളെങ്കിലും അതിൽ എല്ലാ കുട്ടികളും ഫില്ലായിരുന്നു. അതുകൂടാതെ പുറത്തുനിന്ന് വീണ്ടും അഡ്മിഷനുള്ള കുട്ടികൾ ഇങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. മിക്കവാറും ജനറേഷൻ ഗ്യാപ്പ്, അതുപോലെ തന്നെ പഠിച്ചിറക്കുന്ന കുട്ടികളുടെ എണ്ണക്കുറവ് അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നല്ല മെമ്മറീസ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഇവിടെ എത്തി നിൽക്കുന്ന അവസരത്തിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപക എന്ന നിലയിലും എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനമുണ്ട്. കൂടാതെ ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ കൊണ്ടൊക്കെയാണ് ഇവിടെ ഒരു അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത്തരത്തിൽ കുറേ അഭിമാന നിമിഷമാണ്. അതേപോലെ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഭാവിയിൽ വരുന്ന കുട്ടികൾക്കും ഇത്തരത്തിൽ നല്ല അനുഭവവും നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി സാധിക്കട്ടെ. രഞ്ജിത മിസ്സിനെ പോലെ ഇവിടെ പഠിച്ചിറങ്ങി ഇപ്പോൾ ഇവിടുത്തെ സയൻസ് വിഭാഗം ടീച്ചറായിരിക്കുന്ന ലിഖിത മിസ്സിനോട് അവർ പഠിച്ചിരുന്ന കാലത്തെ കോളേജിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഇവരുടെ കാളം കോളേജിൽ തന്നെയാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ അല്ലായിരുന്നു, പഴയ ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കുറച്ച് മെമ്പേഴ്സ് ഉള്ളൊരു ക്ലാസ് റൂമായിരുന്നു ഞങ്ങൾ. പക്ഷേ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളുടെ വലിയൊരു ബെനിഫിറ്റും അതുതന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറച്ച് പേരാണെങ്കിൽ എല്ലാവരെയും കുറിച്ചും അറിയാം, എല്ലാവരോടും കമ്പനിയുണ്ട്. അതേപോലെ തന്നെ അധ്യാപകരും എന്താ പറയുക, നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനെ കുറിച്ചും എല്ലാ ടീച്ചേഴ്സും നല്ല രീതിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളും നല്ലോണം സംസാരിച്ച് അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ടായിരുന്നു അന്ന് പോയിരുന്നത്. പിന്നെ ക്യാമ്പസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് എന്താ പറയുക, മാവട്ടങ്ങളുടെ മാങ്ങ പറിക്കാൻ പോകാനും വെക്കേഷൻ ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ക്യാമ്പസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു. കോളേജിന്റെ വികസനങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പങ്ക് വളരെ വലുതാണ്. കൂടുതൽ SFI യൂണിറ്റ് സെക്രട്ടറി ആദിത്യയോട് ചോദിച്ചറിയാം. ഇപ്പം കോളേജ് ഈ നിലയിലെത്തി നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഈ കോളേജിൻ്റെ പുരോഗമനത്തിനും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് SFI കൂടെ ഉണ്ടാവും. ആദ്യം ഗവൺമെന്റ് കോളേജ് ഓഫ് മാനന്തവാടിയിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് നമ്മുടെ കാളം കോളേജ് പ്രവർത്തിച്ചിരുന്നത്. ഇന്നിപ്പോൾ വിശാല ക്യാമ്പസ് സൗകര്യത്തോടെ നമ്മുടെ കാളം കോളേജ് തലയെടുപ്പോടെ നിൽക്കുന്നു. ഇന്നിവിടെ 2 യൂണിറ്റുകളിലായി NSS ക്ലബ്ബ്, വിശാലമായ ലൈബ്രറി സൗകര്യം, ചർച്ചകളും സംവാദങ്ങളും ക്യാമ്പസുകളിൽ നിന്ന് ഉയരണം. നല്ല സംവാദകരെ സൃഷ്ടിക്കുന്നതിന് ഡിബേറ്റ് ക്ലബ്. മൂർച്ചയുള്ള സാഹിത്യം മൂർച്ചയുള്ള ആയുധത്തേക്കാൾ ശക്തിയുള്ളതാണ്. നല്ല സാഹിത്യകാരന്മാർക്കായി ലിറ്റററി ക്ലബ്. കേട്ടില്ലേ? പറഞ്ഞാലും തീരാത്തതാണ് കാളം കോളേജിന്റെ ചരിത്രം. ഇനിയും ഈ ചരിത്രം ആവർത്തിക്കട്ടെ.